ചേരുകയാണ് ഡോക്ടർ ജി ഗോപകുമാർ. ഇവിടെ ഇപ്പോൾ ഈ വിഷയങ്ങൾ മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഗാസയെ ഏറ്റെടുക്കുമെന്നുള്ള ട്രംപിന്റെ പ്രഖ്യാപനവുമുണ്ട്. അതിലും ഒരു നിലപാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയേണ്ടി വരുമല്ലോ. ഹമാസിനെതിരെയുള്ള ഒരു നിലപാടുണ്ട്, പക്ഷേ പലസ്തീൻ ജനതയ്ക്കെതിരെ അല്ല ഇന്ത്യയുടെ നിലപാട്. അപ്പോൾ ഇക്കാര്യത്തിലും ട്രംപിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന രീതിയിൽ ഒരു നിലപാടിലേക്ക് എത്താൻ രാജ്യത്തിന് സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുള്ള കാര്യമാണല്ലോ. അപ്പോൾ പല വിഷയങ്ങളിൽ ഇപ്പോൾ കോൺഗ്രസ് നിലപാട് പറയും അവിടെ പൂർണ്ണമായിട്ടും ട്രംപിന് അടിപ്പെട്ടിരിക്കുകയാണ് നരേന്ദ്രമോദി എന്ന്. പക്ഷെ ഇപ്പോൾ പാരീസ് കരാറിന്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ വ്യക്തമാക്കി കഴിഞ്ഞു പിന്മാറുകയില്ല എന്ന്. അതായത് കാലാവസ്ഥാ കരാറിൽ ട്രംപിന്റെ നിലപാടല്ല ഫ്രാൻസിനും ഇന്ത്യക്കുമുള്ളത്. അപ്പോൾ എതിർക്കേണ്ട വിഷയങ്ങളിൽ എതിർക്കും എന്നതിന്റെ ഒരു സൂചന കൂടിയാണല്ലോ അത്. തീർച്ചയായിട്ടും അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്നും ഇന്നലെയുമായി പാരീസിൽ നടന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഉച്ചകോടിയിൽ അമേരിക്ക അതിൽ നിന്ന് ഒരു പ്രമേയത്തിൽ ഒപ്പിടാനോ അതിലൊരു കൺസെൻസസിൽ വരാനോ താല്പര്യം കാണിച്ചില്ല. അപ്പൊ ചുരുക്കത്തിൽ ഇന്ത്യ അമേരിക്കൻ ബന്ധങ്ങൾ ശക്തമായി മുന്നോട്ട് പോകുമ്പോഴും ഒരുപാട് മേഖലകളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതങ്ങനെ ആയിരിക്കണം. അന്തർദേശീയ ബന്ധങ്ങളിൽ, ഉഭയകക്ഷി ബന്ധങ്ങളിൽ അവരവരുടെ രാജ്യ താല്പര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. താങ്കൾ ഇവിടെ ചോദിച്ച പശ്ചിമേഷ്യയിലെ പ്രശ്നത്തിൽ തീർച്ചയായിട്ടും ഗാസ മേഖല അമേരിക്ക എവിക്ട് ചെയ്യാൻ പോകണോ, അവരുടെ കയ്യിൽ കൊണ്ടുവരാൻ പോകുന്നു എന്നൊക്കെ പറയുന്നത് ഇന്ത്യക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത കാര്യമാണ്. നമുക്ക് ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാടുണ്ട്. ഒരു രണ്ടു പേർക്കും അവരവരുടെ രാജ്യം സൃഷ്ടിച്ച് ഒരു 2 നേഷൻ സൊല്യൂഷനേ ഉള്ളൂ എന്ന് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഹമാസ് കാണിച്ച അക്രമത്തെ നമ്മൾ ഇന്നും അപലപിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ഒരു നിലപാടുണ്ട്. അതിപ്പോ ഇവർ തമ്മിൽ സൗഹൃദമാണെന്നും പറഞ്ഞുകൊണ്ട് അതൊക്കെ മാറ്റിവെക്കാനൊന്നും പറ്റില്ല. രാജ്യ താല്പര്യങ്ങളാണ് പ്രധാനം. ആ രാജ്യ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രമേ നമ്മുടെ പ്രധാനമന്ത്രിക്ക് നിൽക്കാൻ കഴിയുള്ളൂ, അതേ നിൽക്കത്തുമുള്ളൂ. മാത്രമല്ല ഇനി അങ്ങോട്ട് ഫ്ലവർ ചെയ്യാൻ നല്ല രീതിയിൽ ഉജ്ജ്വലമായ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന പല മേഖലകളുണ്ട്. അതിൽ നേരത്തെ ചൂണ്ടിക്കാണിച്ച വാണിജ്യരംഗം ഒരു പ്രസക്തമായൊരു മേഖലയാണ്. ഇനി കുടിയേറ്റ ബന്ധങ്ങളിലാകട്ടെ H1B വിസ അത് വളരെ പ്രസക്തമാണ്. നമ്മൾ ഇല്ലീഗൽ കുടിയേറ്റത്തെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചു, അതിനിയും സംസാരിക്കാം. പക്ഷേ H1B വിസ എത്രത്തോളം നമ്മുടെ ഇന്ത്യൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിന് നൽകാൻ കഴിയും? ഇത് ഇന്ത്യയുടെ ആവശ്യം മാത്രമല്ല, അമേരിക്കയുടെ ആവശ്യമാണ്. അമേരിക്കയുടെ ആ ഗ്രോത്ത് എഞ്ചിനിൽ പ്രത്യേകിച്ച് വൈജ്ഞാനിക മേഖലയിൽ IT മേഖലയിലുള്ള വളർച്ചയ്ക്ക് ഇന്ത്യയുടെ സഹായം അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ H1B വിസയിൽ ഒരു കട്ടും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറിച്ച് അമേരിക്കക്കാർക്ക് നേട്ടമുണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി ആയതുകൊണ്ടും ഇന്ത്യക്കും ഗുണമുള്ള കാര്യമായതുകൊണ്ടും ഒരു വിൻ വിൻ സിറ്റുവേഷനിലായിരിക്കും H1B വിസയിൽ അവസാനിക്കാൻ പോകുന്നത്. ഡിഫൻസിനെ കുറിച്ച് പറഞ്ഞതിനകത്ത് കുറച്ച് വസ്തുതയുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് സാങ്കേതിക രംഗത്ത് നമ്മൾ ഇനിയും ഒരുപാട് ഉയരേണ്ടിയിരിക്കുന്നു. പക്ഷേ സമീപകാലത്ത് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വഴി ഡിഫൻസ് കാര്യങ്ങൾക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ ചില മേഖലകളിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ സമീപകാലത്ത് ബാംഗ്ലൂരിൽ നടന്ന എയറോസ്പേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മീറ്റിംഗിലും എക്സിബിഷനിലും എല്ലാം നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എങ്ങനെയാണ് ഡിഫൻസ് രംഗത്ത് പ്രയോഗിക്കാൻ കഴിയുമെന്ന് നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്നാലും ഡ്രോണും മറ്റു പല രീതിയിൽ നമുക്ക് ടെക്നോളജിയുടെ ആവശ്യം അമേരിക്കയിൽ നിന്നുണ്ട്. അത് തടയാൻ പറ്റില്ല. കാരണം നമ്മുടെ അതിർത്തി എത്ര വൾണറബിൾ ആണെന്നും അവിടെയൊക്കെ വേണ്ട രീതിയിൽ സൂപ്പർവൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് കുറച്ചു കാലത്തേക്കെങ്കിലും നമുക്ക് റഷ്യയുടെയും അമേരിക്കയുടെയും സാങ്കേതിക വിദ്യയും അതോടൊപ്പം തന്നെ ഡിഫൻസ് എക്യുപ്മെന്റ്സും ആവശ്യമാണ്. അത് അമേരിക്കയിൽ തീർച്ചയായിട്ടും ട്രംപിന് സന്തോഷം നൽകുന്നൊരു കാര്യമാണ്, മറ്റൊന്നുമല്ല. കാരണം അവിടുത്തെ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിന് തൊഴിൽ കൂടുതൽ കിട്ടുമ്പോൾ അവിടുത്തെ അൺഎംപ്ലോയ്മെന്റ് പ്രോബ്ലം അമേരിക്കയിൽ കുറയും. പക്ഷെ ഇന്ത്യ വാങ്ങിക്കാൻ താല്പര്യമുണ്ട്. നമുക്കിപ്പോൾ കുറച്ചുകൂടെ കാലം കഴിയുമ്പോൾ മിക്കവാറും ഡിഫൻസിലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിലേക്കുള്ള സ്റ്റേജ് ആകുന്നേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക ശക്തികളായ അമേരിക്കയെയും റഷ്യയെയും കുറച്ചൊക്കെ ഡിപ്പെൻഡ് ചെയ്താലേ പറ്റത്തുള്ളൂ. ഇനി ഇതുപോലെ തന്നെ തന്ത്രപ്രധാനമായ വലിയൊരു ബന്ധം നമുക്കുണ്ട്. ആ തന്ത്രപ്രധാനമായ ബന്ധത്തെക്കുറിച്ച് ഇവിടെ ചെറിയ സൂചന വന്നു. ക്വാഡ്രിലാറ്ററൽ അലയൻസിൽ ഇൻഡോ പസഫിക്കിലുള്ള പ്രാധാന്യം അത് വളരെ പ്രസക്തിയാണ്. കാരണം ഇൻഡോ പസഫിക് വളരെ ഇനിയുള്ള ലോകബന്ധങ്ങളിൽ വാണിജ്യമായാലും തന്ത്രപരമായ ബന്ധങ്ങളായാലും സൈനിക ബന്ധങ്ങളായാലും തീവ്രവാദി ആക്രമണത്തെ നിയന്ത്രിക്കുന്ന കാര്യമാണെങ്കിലും പസഫിക് ഓഷ്യൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അവിടെ ക്വാഡ്രിലാറ്ററൽ അലയൻസ് ഉണ്ടെങ്കിൽ അതിനപ്പുറം പുതുതായി കൊണ്ടുവരുന്ന നമ്മൾ ഐമെക്, ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്യൻ യൂണിയൻ, യൂറോപ്യൻ എക്കണോമിക് യൂണിയൻ, അങ്ങനെ ഐമെക്, അതിനകത്ത് അത് US ചെന്ന് അവസാനിക്കുന്ന രീതിയിലുള്ള ഒരു ബന്ധം G20 സമയത്ത് നമ്മൾ തുടങ്ങി വെച്ചതാണ്. അപ്പോൾ മിഡിൽ ഈസ്റ്റിലെ സൗദി അറേബ്യയും
യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ഇസ്രായേലും എല്ലാം ഇന്ത്യയോട് സഹകരിച്ച് യൂറോപ്യൻ രാജ്യങ്ങളുമായി സഹകരിച്ച് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിനെ ഒരു കൗണ്ടർ ചെക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു തന്ത്രപ്രധാനമായ ഒരു മൂവാണ് ഐമെക്കിൽ വരുന്നത്. അതിനെക്കുറിച്ചും തീർച്ചയായിട്ടും ഈ ചർച്ചകളിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിന് അമേരിക്കയ്ക്ക് വലിയ താല്പര്യമുണ്ട്. കാരണം പസഫിക് മേഖലയിൽ ചൈനയുടെ ആധിപത്യത്തിന് വിട്ടുകൊടുത്താൽ പറ്റില്ല. അവിടെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഓർഡർ കൊണ്ടുവരണം. അവിടെ ഇന്ത്യക്ക് വളരെയധികം സംഭാവന ചെയ്യാൻ കഴിയും. വാണിജ്യ രംഗത്തെക്കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞതും ഞാനത് ശ്രദ്ധിച്ചു കേട്ടു. അതൊക്കെ വളരെ ശരിയാണ്. ഈ ടാരിഫിന്റെ കാര്യത്തിൽ ചൈനയെയും ഇന്ത്യയെയും ഒരേപോലെ ആക്രമിക്കുന്ന ഒരാളാണ് ട്രംപ്. ട്രംപിന്റെ ഒരു നേച്ചറിൽ അദ്ദേഹം ക്ഷണികമായ വികാരത്തിൽ പെട്ടെന്ന് എന്ത് പറയുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അത്ര അൺപ്രഡിക്റ്റബിൾ ആയ ഒരു നേച്ചറുള്ള ഒരാളാണ്. പക്ഷേ ഒരു ബിസിനസ് താല്പര്യം വരുമ്പോൾ ആ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ നിലയ്ക്ക് തീർച്ചയായിട്ടും ചൈനയെയും ഇന്ത്യയെയും ട്രംപിന് തടയാൻ പറ്റില്ല. പക്ഷേ ചൈനയുടെ വാണിജ്യ കുടിയേറ്റം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ട്രേഡ് ഐറ്റംസ്, കൺസ്യൂമർ ഐറ്റംസ്, അത് ഓവറായിട്ട് വരുന്നത് കൊണ്ടാണ് ഒരു ടാരിഫിന്റെ ചക്രവർത്തിയാണ് ചൈന എന്ന് അമേരിക്ക എപ്പോഴും വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ ട്രംപ് വിശേഷിപ്പിച്ച് ഇന്ത്യയെ മോശമായിട്ട് പറഞ്ഞിട്ടില്ല. ഇന്ത്യയും അതിന്റെ രാജാവാണ്. ട്രംപ് വിമർശിച്ചിട്ടുണ്ട്. അതെ, അതാണ് തീർച്ചയായിട്ടും ട്രംപിന്റെ നിലപാട് അങ്ങനെയാണ്. അപ്പൊ ഇതൊരു നീക്കുപോക്കലേ പറ്റത്തുള്ളൂ. അതേസമയം ശത്രുപരമായ നിലപാടില്ല. എല്ലാ രാജ്യങ്ങളും തന്ത്രപരമായ താല്പര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതേസമയം അവരവരുടെ രാജ്യത്തിന്റെ ദേശ താല്പര്യങ്ങളെ ഒരിക്കലും ബലികഴിക്കാൻ പറ്റില്ല. അപ്പൊ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന് പറയുന്ന ഒരു മാൻഡേറ്റിൽ വന്ന ഒരാള് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് സാമ്പത്തികമായി അമേരിക്കയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വമുണ്ട്. നമുക്കാകട്ടെ വലിയ കുതിപ്പിന് നമ്മൾ തയ്യാറെടുത്തിരിക്കുകയാണ്. അടുത്ത 3 വർഷം കൊണ്ട് ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി നമ്മൾ മാറണം. അപ്പൊ നമുക്കും നമ്മുടേതായ താല്പര്യങ്ങളുണ്ട്. അതെല്ലാം ട്രംപിന് മനസ്സിലാക്കുന്ന രീതിയിൽ പ്രധാനമന്ത്രി പറഞ്ഞു കൊടുക്കും. അപ്പൊ ഇക്കാര്യത്തിൽ നമുക്ക് ഒരു ശത്രുപരമായ ഒരു നിലപാട് ഒരിക്കലും ഉണ്ടാവില്ല. പണ്ട് ഏത് കാലത്തേക്കാൾ അമേരിക്കൻ ഇന്ത്യൻ ബന്ധങ്ങൾ മെച്ചപ്പെട്ട ഒരു സാഹചര്യമാണ്. സമീപകാലത്ത് ഏറ്റവും നല്ല രീതിയിൽ ഇന്ത്യ അമേരിക്ക ബന്ധം മുന്നോട്ട് പോകുന്ന ഒരു സമയമാണിത്. ശ്രീ മോഹൻ വർഗീസ്, ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, ഒരു സാഹചര്യം കൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഈ കുടിയേറ്റക്കാരെ ഇങ്ങോട്ട് തിരിച്ചയച്ച സമയത്ത് പോലും മോദിയുടെ സന്ദർശനം എന്നാണെന്ന് കൃത്യമായി ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഈ സന്ദർശനം വരുമ്പോൾ ട്രംപ് രണ്ടാമത് അധികാരത്തിൽ എത്തിയതിനു ശേഷം 4ാമത്തെ ലോക നേതാവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വൈറ്റ് ഹൗസ് ആതിഥ്യം അരുളാൻ പോകുന്ന അതിന്റെ ഒരു പ്രാധാന്യം എടുത്തു കാണിക്കുന്ന ഒന്നുകൂടിയാണല്ലോ. ഒന്നാമത്തേത് ഇസ്രായേൽ, അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്. പിന്നെ വരുന്നത് ജപ്പാൻ, വ്യാപാര പങ്കാളി എന്ന രീതിയിൽ.